ഡിയർ ലേണേഴ്സ്, ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിൽ സംഭവിച്ചു പോകുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഒമിഷൻസ് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചേക്കാം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ലാഭം പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന വ്യവസ്ഥകൾ ശ്രദ്ധിക്കാതെ ലാഭം പങ്കുവച്ചിട്ടുണ്ടാവാം. പിന്നീടായിരിക്കാം ഡീഡിൽ പറഞ്ഞ പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ മുതലായവ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞതിനേക്കാൾ അധികം തുക നൽകിപ്പോയിട്ടുണ്ടാവാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നുപോയതായി നമുക്ക് മനസ്സിലാകുന്നേ. ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കിയതിന് ശേഷം എറേഴ്സോ ഒമിഷൻസോ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ തയ്യാറാക്കിയ അക്കൗണ്ടിനെ മുഴുവൻ വെട്ടിത്തിരുത്തിയിട്ട് ശരിയായ രീതിയിൽ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പ്രായോഗികമാണോ? തീർച്ചയായും അല്ല. അതേസമയം പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ട ലാഭവിഹിതം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മുതലായവ ലഭിക്കുകയും വേണം. ഒരു സ്ഥാപനത്തിലെ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തെറ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാക്കുന്ന അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഇത് മുൻ വർഷത്തെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. സംടൈംസ് ആഫ്റ്റർ ദി ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ ഫേം ഹാവ് ബീൻ ക്ലോസ്ഡ്, it is found that certain matters have been left out by mistake. In such cases, instead of altering the final accounts which have already been closed, the firm rectifies the errors or omission by passing an adjustment entry. Such adjustments are called past adjustments as they are related to past period. ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നാം തയ്യാറാക്കിയ അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണ് പിന്നീട് നമുക്ക് ബോധ്യം വരുന്നത്. അത് പരിഹരിക്കുന്നത് തൊട്ട് അടുത്ത വർഷത്തിന്റെ ബിഗിനിങ് ഓഫ് പീരീഡിലായിരിക്കും. വർഷാരംഭത്തിൽ തന്നെ ആ തെറ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. സ്റ്റെപ്പുകൾ എങ്ങനെയാണ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് റെക്ടിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്ന്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓൾറെഡി റെക്കോർഡഡ്. പാർട്ട്നേഴ്സിന് നമ്മൾ നിലവിൽ നൽകിയിരിക്കുന്ന എമൗണ്ടുകൾ ഏതൊക്കെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട്, കാൽക്കുലേറ്റ് ദ എമൗണ്ട് വിച്ച് ഷുഡ് ഹാവ് ബീൻ റെക്കോർഡഡ്. ഇവർക്ക് നൽകേണ്ടിയിരുന്ന തുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി മുതലായ ഗണത്തിൽ എത്രയാണോ നൽകേണ്ടിയിരുന്നത് ആ തുക കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്ന്, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് അവർക്ക് കൊടുത്ത തുകയാണ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് കൊടുക്കേണ്ടിയിരുന്ന തുകയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക. Find out the partner who received excess and the partner who received short. ഏത് പാർട്ട്ണർക്കാണോ അർഹതപ്പെട്ടതിൽ അധികം തുക ലഭിച്ചത്, അതുപോലെ തന്നെ
ആർക്കാണോ അർഹമായ തുക ലഭിക്കാത്തത് ഇത് കണ്ടെത്തുക, ആ എമൗണ്ട് അടക്കം. Pass the adjusting journal entry by debiting the partner who received excess and by crediting the partner who received short. ആർക്കാണോ അധികം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇനി ആർക്കാണോ ഇനിയും ലഭിക്കാൻ ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജേണൽ എൻട്രി മുഖാന്തരം പരിഹരിക്കുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത് ഓരോരുത്തർക്കും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രകാരം ലഭിച്ച തുക കാൽക്കുലേറ്റ് ചെയ്യുക. ശരിക്കും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ പ്രൊവിഷൻ പ്രകാരം ലാഭം പങ്കുവച്ചിരുന്നെങ്കിൽ ഇവർക്ക് ലഭിക്കുമായിരുന്ന തുക എത്രയോ അത് കാണുക. ഇവ തമ്മിലുള്ള വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ പാർട്ട്ണർക്കും അധികം ലഭിച്ച തുകയും ഇനി ഏത് പാർട്ട്ണർക്കാണോ കുറഞ്ഞു പോയത് ആ തുകയും കണ്ടെത്തുക. ആർക്കാണോ അധികം ലഭിച്ച് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ആർക്കാണോ ഇനിയും ലഭിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ ഒന്ന് അവലോകനം ചെയ്യാം. ഗുപ്ത ആൻഡ് സെറിൻ entered into partnership with the capitals of rupees 2 lakh and 3 lakh respectively. The net profit for the year 2019 amounted to rupees 80,000 and the same was distributed among them in 3:2. Subsequently, it was discovered that interest on capital at the rate of 10% per annum as provided in the partnership agreement has not been credited in the capital account of the partners before distribution of profit. Record adjustment entry to rectify the error. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞ പ്രകാരം 10% നിരക്കിൽ മൂലധന പലിശ അനുവദിക്കാതെ ലാഭം പങ്കുവച്ചു. 2019 ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് ഇവർക്ക് ഈ തെറ്റ് മനസ്സിലായത്. 2019 സ്ഥാപനത്തിന് 80,000 രൂപ ലാഭമുണ്ട്. ആ ലാഭത്തെ 3:2 പങ്കുവച്ചു. പിന്നീടാണ് മനസ്സിലായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നൽകിയിട്ടില്ല. അപ്പോൾ ഇവർ എങ്ങനെയാണ് ലാഭം പങ്കുവച്ചത്, എങ്ങനെയാണ് ലാഭം പങ്കുവെക്കേണ്ടിയിരുന്നത്, ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. സോ ലാഭം പങ്കുവയ്ക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നടപ്പ് വർഷത്തെ ലാഭം ക്രെഡിറ്റ് ചെയ്തു. സോ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് 80,000 രൂപയാണ്. ഈ 80,000 രൂപയെ രണ്ട് പാർട്ട്നേഴ്സും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പങ്കുവച്ചു. സോ പാർട്ട്നേഴ്സിന് ലാഭവിഹിതം ലഭിച്ചപ്പോൾ അവരുടെ ക്യാപിറ്റൽ കൂടി. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഈ 80,000 രൂപ അവർ പങ്കുവച്ചപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എൻട്രി. സോ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഗുപ്ത ക്യാപിറ്റൽ 80,000 ഇൻറ്റു 3/5 48,000 രൂപയും സെറിൻ ക്യാപിറ്റൽ 80,000 ഇൻറ്റു 2/5 32,000 രൂപയാണ്. 48,000-ഉം 32,000-ഉമാണ് ഓരോരുത്തർക്കും ലഭിച്ച ലാഭവിഹിതം. ആകെ 80,000 രൂപ ലാഭമുണ്ടായിരുന്നു. അതിനെ ഇവർ 3:2 ഡിവൈഡ് ചെയ്തു. ഇനി ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവർ ഈ വർഷമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് 2 lakh ആൻഡ് 3 lakh. ഇപ്പോൾ പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടി. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗുപ്തയ്ക്ക് 48,000-ഉം സെറിന് 32,000-ഉം. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. സോ ക്യാപിറ്റൽ ബാലൻസ് ചെയ്യുക. ഗുപ്തയുടെ ക്യാപിറ്റൽ ടോട്ടൽ 2,48,000, സെറിൻ 3,32,000. ക്യാപിറ്റലിന്റെ ബാലൻസ് ഇത് തന്നെ. ഗുപ്ത 2,48,000, സെറിൻ 3,32,000. ഇതാണ് വർഷാവസാനം ഇവരുടെ ക്യാപിറ്റലിന്റെ ബാലൻസ്.
ശ്രദ്ധിക്കുക, 2 ലക്ഷം 3 ലക്ഷം എന്നീ തുകകൾ മുടക്കി ഇവർ ബിസിനസ് ആരംഭിച്ചു. നടപ്പ് വർഷം 80,000 രൂപ ലാഭം കിട്ടി. ആ 80,000 രൂപയെ 3:2 അവർ പങ്കുവച്ചു. ആ ലാഭവിഹിതം ചേർത്തപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ 2,48,000, 3,32,000 എന്നീ ക്രമത്തിലായി. എന്നാൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുവാൻ പറഞ്ഞിരുന്നു. ആകെ ലാഭത്തെ പങ്കുവയ്ക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ടും ബാക്കിയുള്ളതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുമാണ് ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. സോ ഇവർ ചെയ്യേണ്ടിയിരുന്നത് അതിന് നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുക 80,000 രൂപ. ഈ 80,000 രൂപയിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുക. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ്. ഗുപ്ത 2 ലക്ഷം രൂപയാണ് ഗുപ്തയുടെ ക്യാപിറ്റലുള്ളത്. അതിന് 10% 20,000 രൂപയും, സെറീൻ 3 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്, അതിന്റെ 10% 30,000 രൂപയും. സോ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തു. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് കാണുക. ബാലൻസ് 30,000 രൂപയുണ്ട്. ഈ 30,000 രൂപയാണ് ഗുപ്ത, സെറീൻ എന്നിവർ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പങ്കുവെക്കേണ്ടത്. സോ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഗുപ്ത ക്യാപിറ്റൽ 30,000 × 3/5 18,000 രൂപയും, സെറീൻ ക്യാപിറ്റൽ 30,000 × 2/5 12,000 രൂപയും, ടോട്ടൽ 30,000 രൂപ. സോ ശരിക്കും ഇവർ ലാഭം പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ്? ആകെയുള്ള ലാഭം 80,000 രൂപ. അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഗുപ്ത 20,000, സെറീൻ 30,000 എന്നീ തുകകൾ കുറവ് ചെയ്താൽ അവശേഷിക്കുന്ന ലാഭം 30,000 രൂപ. അത് 3:2 ഡിവൈഡ് ചെയ്യുക. ഇനി ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയെന്ന് നോക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്യാഷ് കൊണ്ടുവന്നു. ഗുപ്ത 2 lakh, സെറീൻ 3 lakh. ഇനി ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഗുപ്ത 20,000, സെറീൻ 30,000. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് വന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഗുപ്ത 18,000, സെറീൻ 12,000. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ഡേറ്റിൽ കൊണ്ടുവന്ന ക്യാഷ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് 3 ഐറ്റങ്ങളാണ് ഉള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഗുപ്ത 2,38,000, സെറീൻ 3,42,000. ഇതാണ് ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് as at the end of the year. എന്നാൽ ലാഭം പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ പ്രൊവിഷൻ പ്രകാരം പങ്കുവയ്ക്കാതെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാതെ പങ്കിട്ടതിനാൽ ഇവരുടെ ക്യാപിറ്റൽ 2,48,000, 3,32,000 എന്നീ ക്രമത്തിലാണ് ഉണ്ടായിരുന്നത്. ശരിക്കും വരേണ്ടിയിരുന്നത് 2,38, 3,42 എന്നീ ക്രമത്തിലാണ്. നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് ഗുപ്തയ്ക്ക് 20,000 രൂപ, സെറീന് 30,000 രൂപ കിട്ടേണ്ടിയിരുന്ന തുകയാണ്. പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ് ഇൻ 3:2 അവശേഷിക്കുന്ന ലാഭം ക്രെഡിറ്റ് ചെയ്യുന്നത് ആകെ 30,000 രൂപയാണ് അവശേഷിക്കുന്ന പ്രോഫിറ്റ്. അത് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18,000, 12,000 കിട്ടും. സോ ടോട്ടൽ ടു ബി ക്രെഡിറ്റഡ് എന്ന് പറയുന്നത് ഗുപ്തയ്ക്ക് 38,000 രൂപയും സെറീൻ 42,000 രൂപയുമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി 20,000 രൂപ, ലാഭവിഹിതം 18,000 രൂപ. സെറീൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 30,000, ലാഭവിഹിതം 12,000 രൂപ. അങ്ങനെ ഗുപ്തയ്ക്ക് ആകെ ലഭിക്കേണ്ടത് 38,000 രൂപ, സെറിന് ലഭിക്കേണ്ടത് 42,000 രൂപ. എന്നാൽ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത പ്രോഫിറ്റ് ഇവർ എന്താ ചെയ്തേ? ആകെ 80,000 രൂപ ലാഭമുണ്ടായിരുന്നു. ആ 80,000 3:2 ഡിവൈഡ് ചെയ്ത് പോയി. അതായത്
ഗുപ്തയ്ക്ക് ലഭിച്ചത് 48,000 രൂപയും സെറിന് ലഭിച്ചത് 32,000 രൂപയുമാണ്. ഈ തുക ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഇനി. സോ ഡിഫറൻസ് കാണുക. ഇതാണ് എമൗണ്ട് ടു ബി അഡ്ജസ്റ്റഡ് എന്ന് പറയുന്നത്. ഗുപ്തയ്ക്ക് -10,000 സെറിന് 10,000 റുപ്പീസാണ്. ഗുപ്ത അധികമായി 10,000 രൂപ വാങ്ങിയിട്ടുണ്ട്. ഗുപ്തയ്ക്ക് ലഭിക്കേണ്ടത് 38,000 രൂപയാണ്, എന്നാൽ ലഭിച്ചത് 48,000 രൂപ. അതായത് 10,000 രൂപ ഗുപ്തയ്ക്ക് അധികം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം ലഭിച്ചിട്ടുള്ളതിനാൽ ഗുപ്തയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ തുക ഡെബിറ്റ് ചെയ്യണം. സെറിന് ലഭിക്കേണ്ടിയിരുന്നത് 42,000, എന്നാൽ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 32,000 രൂപയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഇനിയും സെറിന് ലഭിക്കുവാനുണ്ട്. ഈ തുക സെറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ചെയ്തത് സ്ഥാപനം തയ്യാറാക്കിയ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കി. അവർ ശരിക്കും തയ്യാറാക്കേണ്ടിയിരിക്കുന്ന അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും എങ്ങനെയെന്ന് നോക്കി. ഇവ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഗുപ്ത 10,000 രൂപ അധികം സ്വീകരിച്ചിട്ടുണ്ട്. ആ തുക ഗുപ്തയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. സെറിന് 10,000 രൂപ ഷോർട്ട് ഉണ്ട്. ആ തുക സെറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി തയ്യാറാക്കുന്ന രീതിയിലേക്ക് പോകാം. അഡ്ജസ്റ്റിംഗ് ഒമിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് എന്ന് നോക്കാം. മൂലധന പലിശ നൽകുമ്പോൾ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടും. അതേസമയം പലിശ നൽകുമ്പോൾ സ്ഥാപനത്തിന്റെ ലാഭം കുറയുകയും തന്മൂലം പാർട്ട്നേഴ്സിന് ലഭിക്കുന്ന ലാഭവിഹിതം കുറയുകയും ചെയ്യും. ഇവിടെ പലിശ നൽകിയിട്ടില്ല, അതുകൊണ്ട് പാർട്ട്നേഴ്സിന് അധികമായി ലാഭവിഹിതം കിട്ടിയിട്ടുണ്ട്. പലിശ ഇനത്തിൽ നൽകേണ്ട തുകയും അധിക ലാഭവിഹിതവും തമ്മിലുള്ള വ്യത്യാസം കാണുക. ഈ തുകയ്ക്കുള്ള എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. സോ റെക്ടിഫിക്കേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടിയിരുന്നതും ചെയ്തതുമായ രണ്ട് രീതിയിൽ തയ്യാറാക്കി നോക്കി വ്യത്യാസം കാണാനൊന്നും പോകേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് ആ ഐറ്റം വിട്ടുപോയത് മുഖാന്തരം പാർട്ട്നേഴ്സിനുണ്ടായ നഷ്ടം എന്താണ്, അതേസമയം അവരുടെ ലാഭവിഹിതത്തിൽ അധിക തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തുക. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തോ ആ വ്യത്യാസം പരിഹരിക്കാനുള്ള ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. സോ നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ്. ഓരോരുത്തർക്കും 10% നിരക്കിൽ ക്യാപിറ്റലിന് പലിശ ലഭിക്കേണ്ടിയിരുന്നു. അത് ലഭിച്ചില്ല. ഇതാണ് മിസ്റ്റേക്ക്. സോ ഗുപ്തയ്ക്ക് 2 lakh ക്യാപിറ്റൽ, അതിന്റെ 10% 20,000ഉം സെറീൻ ക്യാപിറ്റൽ 3 lakh ഉണ്ട്, അതിന്റെ 10% 30,000ഉം. ഇതാണ് പാർട്ട്നേഴ്സിന് ലഭിക്കുവാനുണ്ടായിരുന്ന തുക. എന്നാൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കാത്തത് കൊണ്ട് പാർട്ട്നേഴ്സിന് ലാഭവിഹിതത്തിൽ അധിക തുക ലഭിച്ചു. അതാണ് എക്സസ് പ്രോഫിറ്റ് ഓൾറെഡി ക്രെഡിറ്റഡ് എന്ന് പറയുന്നത്. 20,000 രൂപ ഗുപ്തയ്ക്കും 30,000 രൂപ സെറിനും, അങ്ങനെ ആകെ 50,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈടാക്കിയിരുന്നെങ്കിൽ സ്ഥാപനത്തിന്റെ ലാഭം കുറഞ്ഞേനെ. എങ്കിൽ അവർക്ക് ഈ കുറഞ്ഞ ലാഭത്തിൽ ഒരു പങ്കാണ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈടാക്കാത്തതിനാൽ ലാഭം അധികമായി ലഭിച്ചിട്ടുണ്ട്. ഈ 50,000 രൂപയെ 3:2 ഡിവൈഡ് ചെയ്തു. സോ ഗുപ്ത 50,000 × 3/5 30,000ഉം സെറീൻ 50,000 × 2/5 20,000ഉമാണ്. സോ ഡിഫറൻസ് കാണുക. ഇതാണ് എമൗണ്ട് ടു ബി അഡ്ജസ്റ്റഡ്. ഗുപ്ത -10,000 ആൻഡ് സെറീൻ 10,000.
ഒരിക്കൽ കൂടി നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി ഗുപ്തയ്ക്ക് ലഭിക്കേണ്ടത് 20,000 രൂപ. എന്നാൽ ഗുപ്തയ്ക്ക് അധിക ലാഭവിഹിതം ലഭിച്ചത് 30,000 രൂപ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ അധികം ലഭിച്ചത് 10,000 രൂപ എന്ന് മനസ്സിലായി. ഇനി സെറിന്റെ കേസ് നോക്കുക. സെറിൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കേണ്ടത് 30,000 രൂപ. എന്നാൽ അധിക ലാഭവിഹിതമായി ലഭിച്ചത് 20,000 രൂപ. അതിന്റെ അർത്ഥം ഇനിയും 10,000 രൂപയുടെ ഷോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ലഭിക്കാൻ ബാക്കിയുണ്ട് എന്ന് സാരം. ഗുപ്തയ്ക്ക് 10,000 രൂപ അധികം ലഭിച്ചതിനാൽ അത് ഗുപ്തയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. സെറിന് 10,000 രൂപ ഇനി ലഭിക്കാനുണ്ട്, ആ തുക സെറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. സോ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരും നോക്കുക. ഗുപ്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെറിൻ ക്യാപിറ്റൽ 10,000. ഗുപ്തയ്ക്ക് അധികം ലഭിച്ചു, അത് അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് ഒഴിവാകണം. സോ ക്യാപിറ്റൽ കുറയണമെങ്കിൽ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക. സെറിന് 10,000 രൂപ കിട്ടുവാനുണ്ട്. സോ സെറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ തുക ക്രെഡിറ്റ് ചെയ്യുക. ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് അഡ്ജസ്റ്റ്മെന്റിന് ശേഷം എങ്ങനെയെന്ന് നോക്കുക. ഗുപ്ത 2,48,000 രൂപ ആണ് ഗുപ്തയുടെ ക്യാപിറ്റൽ ബാലൻസ്. അതിൽ നിന്നും 10,000 രൂപ കുറച്ചാൽ 2,38,000 രൂപയാവും. സെറിന്റെ ക്യാപിറ്റൽ 3,32,000 രൂപയാണ്. അതിനോടൊപ്പം 10,000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,42,000 രൂപയാവും സെറിന്റെ ക്യാപിറ്റൽ. ഈ 2,48 എന്ന് പറയുന്നത് സ്ഥാപനം ഉള്ള ലാഭത്തെ 3:5 ഡിവൈഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച 48,000 രൂപ ലാഭം പ്ലസ് അദ്ദേഹം കൊണ്ടുവന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 ലക്ഷം. അങ്ങനെയാണ് 2,48,000 എന്ന് പറയുന്നത്. അതിൽ നിന്നും ഇപ്പോഴത്തെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പ്രകാരം 10,000 രൂപ ലെസ് ചെയ്തു. സോ ബാലൻസ് 2,38,000. സെറിന്റെ കേസിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 3 lakh പ്ലസ് ലാഭവിഹിതം ലഭിച്ചത് 32,000 രൂപ. അങ്ങനെയാണ് 3 lakh പ്ലസ് 32,000 332,000 എന്ന് കിട്ടുന്നത്. അതിനോടൊപ്പം 10,000 രൂപ ഇപ്പോൾ നമ്മൾ എഴുതിയ ജേണൽ എൻട്രി പ്രകാരം ലഭിക്കാനുണ്ട്. സോ ടോട്ടൽ 3,42,000. ഇനി ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ എഴുതുന്നതിന് പകരമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കാം. Profit and loss adjustment account is prepared to rectify the wrong allocation of profit due to errors or omission of item like interest on capital, salary, commission, interest on drawings, etc. It is debited with omission of items like interest on capital, salary and commission. It is credited with omission of interest on drawings. Its balance will be transferred to capital account of partners in their profit sharing ratio. It helps to ascertain the true profit. പാർട്ട്നേഴ്സിന് ശരിക്കും എത്ര രൂപയാണോ ലാഭം ലഭിക്കുവാനുള്ളത് അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവരുടെ ക്യാപിറ്റൽ ബാലൻസ് കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ടെമ്പററി അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് ഒരു റെക്ടിഫൈങ് ജേണൽ എൻട്രി എഴുതിയിട്ട് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ട തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിന് പകരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് അതിന്റെ ബാലൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ജേണൽ എൻട്രി എഴുതിയാൽ മതി, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുക. ഇത് രണ്ടിന്റെയും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരേ ഫിഗർ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഗുപ്ത ആൻഡ് സെറിൻ entered into partnership with capital 2 lakh and 3 lakh എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് വിട്ടുപോയ ഐറ്റം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് ലഭിക്കുവാനുള്ള തുകയാണ്. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കൂടുമോ കുറയുമോ? യെസ്, കൂടും. സോ ക്യാപിറ്റൽ കൂടണമെങ്കിൽ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ക്രെഡിറ്റ് ചെയ്യണം. ഈ തുക നമ്മൾ അക്കൗണ്ടുകൾ മുഴുവൻ ക്ലോസ് ചെയ്തു പോയി. ആയതിനാൽ ഇനി
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ എഴുതി പിന്നീട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ഒന്നും എഴുതാനുള്ള സാധ്യത ഇനിയില്ല, കാരണം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞു. ആയതിനാൽ ടെമ്പററി അക്കൗണ്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, അവിടെ എമൗണ്ട് എഴുതണ്ട. ടു ഗുപ്ത ക്യാപിറ്റൽ, ഗുപ്തയ്ക്ക് ലഭിക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. 2 lakh ആണ് ഗുപ്തയുടെ ക്യാപിറ്റൽ, അതിന്റെ 10% 20,000. ടു സെറിൻ ക്യാപിറ്റൽ 3 lakh ആണ് സെറിന്റെ ക്യാപിറ്റൽ, 3 lakh into 10% 30,000. സോ ക്രെഡിറ്റിൽ 20,000ഉം 30,000ഉമായി ഇതിന്റെ ടോട്ടലായ 50,000 റുപ്പീസ് ആണ് ഡെബിറ്റ് കോളത്തിൽ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് 50,000, ടു ഗുപ്ത ക്യാപിറ്റൽ 20,000, ടു സെറിൻ ക്യാപിറ്റൽ 30,000. ഇത് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഗുപ്ത ക്യാപിറ്റൽ എന്നാണ്. സോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഗുപ്ത ക്യാപിറ്റൽ 20,000, സെറിൻ ക്യാപിറ്റൽ 30,000. മറ്റ് ഐറ്റങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാത്രമേ തുകയുള്ളൂ. അതിന്റെ ടോട്ടൽ കാണുക 50,000 രൂപ. അത് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക ടോട്ടൽ എമൗണ്ട് ആയിട്ട്. ഈ 50,000 രൂപയാണ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആവുള്ള ഡെബിറ്റ് ഇൻഡിക്കേറ്റ് ലോസ് ആണ്. സോ ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടുമോ കുറയുമോ? യെസ്, കുറയും. ക്യാപിറ്റൽ ബാലൻസ് കുറയണമെങ്കിൽ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ഡെബിറ്റ് ചെയ്യുക. സോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ബൈ ഗുപ്ത ക്യാപിറ്റൽ 50,000 into 3/5 30,000ഉം സെറിൻ ക്യാപിറ്റൽ 50,000 into 2/5 20,000ഉം. ഒരിക്കൽ കൂടി നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊരു ഐറ്റം ഒഴിവാക്കിയിട്ടാണ് ലാഭം പങ്കുവച്ചത്. അത് പരിഹരിക്കുവാനുള്ള മാർഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഒരു താൽക്കാലിക അക്കൗണ്ടാണ്, ടെമ്പററി അക്കൗണ്ട്. ഇതിൽ പാർട്ണർക്ക് ലഭിക്കുവാനുള്ള തുക, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് ഡെബിറ്റ് ചെയ്തു. സോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ്. ദെൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്തു. ആ ബാലൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. സോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ബൈ ഗുപ്ത ക്യാപിറ്റൽ 50,000 into 3/5 30,000, സെറിൻ ക്യാപിറ്റൽ 50,000 into 2/5 20,000. ഇനി ഇത് ജേണലിൽ എഴുതുക. ഗുപ്ത ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 30,000, സെറിൻ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 20,000, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് 50,000, ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ്. ഇനി നമ്മൾ എഴുതിയ ജേണൽ എൻട്രിയെ സൂക്ഷിച്ചു നോക്കുക. ആദ്യത്തെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 50,000 എന്നാണ്. സെക്കൻഡ് ജേണൽ എൻട്രിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. 50,000 രൂപ ഡെബിറ്റ്, 50,000 രൂപ ക്രെഡിറ്റ്. ദാറ്റ് മീൻസ് ആ എൻട്രി സെറ്റ് ഓഫ് ആയി. ഡെബിറ്റ് ടോട്ടൽ ക്രെഡിറ്റ് ടോട്ടൽ സെയിം ആണ്. ഇനി ഗുപ്തയുടെ ക്യാപിറ്റൽ നോക്കുക. ഗുപ്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 30,000 സെക്കൻഡ് എൻട്രിയിൽ. ഫസ്റ്റ് എൻട്രിയിൽ ഗുപ്തയുടെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 20,000 രൂപയ്ക്കാണ്. 30,000 രൂപ ഡെബിറ്റ് ചെയ്യണം, 20,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. അതിന്റെ നെറ്റ് ഇഫക്റ്റ് എന്താ? യെസ്, ഗുപ്തയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 രൂപ ബാലൻസ്. എന്ത് ബാലൻസ്? യെസ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഗുപ്തയെ 10,000 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്യണം എന്ന് സാരം. ഇനി സെറിന്റെ ക്യാപിറ്റൽ നോക്കുക. സെറിന്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 30,000 ആണ്. ആദ്യത്തെ ജേണൽ എൻട്രി പ്രകാരം സെറിനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 30,000 എങ്കിൽ സെക്കൻഡ് ജേണൽ എൻട്രിയിൽ സെറിൻ ഡെബിറ്റ് ഉള്ളത് 20,000 രൂപയാണ്. അതിന്റെ ബാലൻസ് സെറിന് 10,000 രൂപ. ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ? യെസ്, ക്രെഡിറ്റ് ബാലൻസ് 10,000 രൂപ. എന്ന് പറഞ്ഞാൽ
ഈ രണ്ട് ജേണൽ എൻട്രിയുടെ അതേ ഇഫക്റ്റ് ആണ് ആദ്യം നമ്മൾ എഴുതിയ സിംഗിൾ ജേണൽ എൻട്രിക്കകത്തുള്ളത്. നമ്മൾ എന്താ ചെയ്തേ? ഗുപ്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെറിൻ ക്യാപിറ്റൽ 10,000 എന്ന ജേണൽ എൻട്രിയാണ് നാം എഴുതിയത്. അതേ ഇഫക്റ്റ് തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കി അതിന് രണ്ട് ജേണൽ എൻട്രി എഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത്. സോ ഗുപ്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെറിൻ ക്യാപിറ്റൽ 10,000. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിന് ശേഷമുള്ളവരുടെ ബാലൻസ് നോക്കുക. 2,48,000 രൂപയാണ് ഗുപ്തയുടെ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ്. പ്ലസ് അദ്ദേഹത്തിന് 20,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കാനുണ്ട്. മൈനസ് ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് 30,000 രൂപ. സോ 2,48,000 പ്ലസ് 20,000 minus 30,000. So last balance 2,38,000. സെറിൻ 3,32,000 രൂപയാണ് ബാലൻസ്. പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി 30,000 രൂപ ലഭിക്കാനുണ്ട്. മൈനസ് ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് 20,000. സോ ലാസ്റ്റ് ബാലൻസ് 3,42,000. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും തമ്മിലുള്ള ഒരു താരതമ്യം പഠനം നമുക്ക് നടത്താം. രണ്ട് അക്കൗണ്ടുകളും നമ്മൾ പഠിച്ചതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ്. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടോ ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട് ആൻഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആഫ്റ്റർ ദി അഡ്ജസ്റ്റ്മെന്റ്. എറേഴ്സോ ഒമിഷനോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ആ എറർ അല്ലെങ്കിൽ ഒമിഷൻ പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ് ആയി പോകും. ദെൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. സ്ഥാപനത്തിന്റെ ലാഭം പങ്കാളികൾ എങ്ങനെയാണ് പങ്കിട്ടെടുക്കുന്നത് അത് കാണിക്കുന്നതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്നാൽ adjustment account is prepared to rectify the wrong allocation of profit among partners. That is to ascertain the true profit or loss. ലാഭം പങ്കുവച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ദെൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എ പാർട്ട് ഓഫ് ഫൈനൽ അക്കൗണ്ട്. എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ക്ലോസിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇത് സാധാരണ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ്ങിലായിരിക്കും തയ്യാറാക്കുന്നത്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിൽ തയ്യാറാക്കുന്നതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിനുശേഷം തെറ്റുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിങ് ഇയറിന്റെ നെക്സ്റ്റ് ഇയറിന്റെ ആരംഭത്തിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ടെമ്പററി അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. Then appropriation account start with the balance of profit and loss account. Net profit അല്ലെങ്കിൽ നെറ്റ് ലോസിലാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എപ്പോഴും ആരംഭിക്കുന്നത്. എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ബാലൻസ്. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ബാലൻസിലല്ല ആരംഭിക്കുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. കൃഷ്ണ, സന്ദീപ് ആൻഡ് കരീം ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2:1. Their fixed capitals were 1,20,000, 90,000 and 60,000 respectively. For the year 2018-19, interest was credited to them at the rate of 6% per annum instead of 5%. Record adjustment entry to rectify the error. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ 5% മൂലധന പലിശ നൽകുവാനാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 6% നിരക്കിലാണ് പലിശ നൽകിയത്. ഈ തെറ്റ് തിരുത്തുവാനുള്ള ജേണൽ എൻട്രി എഴുതുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നത് 3:2:1. ശ്രദ്ധിക്കേണ്ടതാണ്, മൂലധന പലിശ നൽകുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കൂടും. 5% നിരക്കിൽ നൽകുന്നതിന് പകരം 6% നിരക്കിൽ നൽകിയെന്നാ പറഞ്ഞത്. അതായത് 1% അധികമായി പലിശ ലഭിച്ചിട്ടുണ്ട്. അതേസമയം 1% അധിക പലിശ നൽകിയതിനാൽ സ്ഥാപനത്തിന്റെ ലാഭം കുറയും. സ്ഥാപനത്തിന്റെ ലാഭം കുറഞ്ഞാൽ പാർട്ട്നേഴ്സിന് ലഭിക്കുന്ന ലാഭവിഹിതവും കുറവ് വന്നിട്ടുണ്ട്. സോ
പലിശ ഇനത്തിൽ അധികമായി ലഭിച്ച തുകയും ലാഭവിഹിതത്തിലെ കുറവും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. ഇതിനുള്ള എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. സോ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റഡ് ഇൻ എക്സസ്, അധികമായി ലഭിച്ച പലിശ. അധികം ലഭിച്ചു പോയെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ ഈ തുക പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ടു ബി ഡെബിറ്റഡ് എന്ന് പറയുന്നത്. കൃഷ്ണയുടെ ക്യാപിറ്റൽ 1,20,000 രൂപയാണ്. അതിൽ 1% അധികം ലഭിച്ചത്. സോ 1,20,000 1% എന്ന് പറയുന്ന 1,200. സന്ദീപിന്റെ ക്യാപിറ്റൽ 90,000 ആണ്. അതിന്റെ 1% ആണ് എക്സസ്, അത് 900ഉം. കരീമിന് 60,000 ആണ് ക്യാപിറ്റൽ, അതിന്റെ 1% 600 റുപ്പീസുമാണ്. പാർട്ട്നേഴ്സിന് 5% നിരക്കിലാണ് പലിശ നൽകേണ്ടിയിരുന്നത്, എന്നാൽ 6% നിരക്കിൽ പലിശ നൽകി. അതായത് 1% അധികമായിട്ട് നൽകി. ആ അധികം നൽകിയ തുക മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. കൃഷ്ണ 1,200, സന്ദീപ് 900, കരീം 600. ഇനി മൂലധന പലിശ അധികം നൽകി കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ ലാഭവിഹിതവും കുറവ് വരും. സോ റിഡക്ഷൻ ഇൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓരോരുത്തർക്കും എത്ര രൂപ ലാഭവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്, ഈ തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്ന തുകയാണ്. 1,200 പ്ലസ് 900 പ്ലസ് 600 ആകെ 2,700 രൂപയാണ് വ്യത്യാസം വരുന്നത്. 3 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ടോട്ടൽ 2,700 രൂപ. കൃഷ്ണ 2,700 ഇൻറ്റു 3/6 1,350. സന്ദീപ് 2,700 ഇൻറ്റു 2/6 900. കരീം 2,700 ഇൻറ്റു 1/6 450. 2,700 രൂപയെ 3:2:1 ഡിവൈഡ് ചെയ്താൽ 1,350, 900, 450 എന്നീ ക്രമത്തിൽ ലഭിച്ചു. ഇനി ഡിഫറൻസ് കാണുക. ഇതാണ് എമൗണ്ട് ടു ബി അഡ്ജസ്റ്റഡ്. കൃഷ്ണ -150, സന്ദീപ് 0, കരീം 150 ആണ്. കൃഷ്ണയ്ക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് 1,200ഉം ക്രെഡിറ്റ് ചെയ്യേണ്ടത് 1,350 രൂപയുമാണ്. അധിക ലാഭവിഹിതം ലഭിച്ചു, അതിനെ ഡെബിറ്റ് ചെയ്യുക, 1,200 രൂപ ഡെബിറ്റ് ചെയ്യുക. ലാഭവിഹിതത്തിൽ കുറവ് വന്നു, ആ തുക ക്രെഡിറ്റ് ചെയ്യണം. സോ 1,350 രൂപ ക്രെഡിറ്റ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞാൽ കൃഷ്ണയ്ക്ക് ഇനിയും 150 രൂപ ലഭിക്കുവാനുണ്ട്. കരീമിന് മൂലധന പലിശയായി ലഭിച്ചത് 600 രൂപയാണ്. എന്നാൽ ലാഭവിഹിത 450 കുറവുണ്ട്. ആയതിനാൽ അധികം ലഭിച്ച 150 രൂപ 600-ൽ നിന്നും 450 കുറച്ച് ആ തുക കരീമിന്റെ മൂലധനത്തിൽ നിന്നും കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കരീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. സന്ദീപിന്റെ ക്യാപിറ്റൽ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 900, അതേപോലെ തന്നെ റിഡക്ഷൻ ഇൻ പ്രോഫിറ്റും 900. അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ വ്യത്യാസമൊന്നും ഇല്ല. സോ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നോക്കുക. കരീം ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 150 ടു കൃഷ്ണ ക്യാപിറ്റൽ 150. കരീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 150 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്യുക. അതേ 150 രൂപ കൃഷ്ണയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. മറ്റൊരു ഇലസ്ട്രേഷൻ നോക്കാം. മോഹൻ, വിജയ് ആൻഡ് അനിൽ ആർ പാർട്ട്നേഴ്സ്. ദ ബാലൻസ് ഓൺ ദർ ക്യാപിറ്റൽ അക്കൗണ്ട് ബീയിങ് 30,000, 25,000 and 20,000 respectively. In arriving at these figures, the profit for the year ended March 31st, 2018 amounting to rupees 24,000 had been credited to them. During the year, their drawings were 5,000, 4,000 and 3,000 respectively. Subsequently, the following omissions were noticed. Interest on capital at the rate of 10% per annum was not charged. Interest on drawings, Mohan 250, Vijay 200, Anil 150 was not credited in the book. Record necessary corrections through journal entries. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നിവ ഈടാക്കാതെ ഉള്ള ലാഭത്തെ പങ്കുവച്ചു.
പാർട്ട്ണർഷിപ്പ് ഡീഡിൽ 10% നിരക്കിൽ മൂലധന പലിശ നൽകാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഡ്രോയിങ്സിന്മേൽ പലിശ ഈടാക്കാൻ പറഞ്ഞിരുന്നു. ഇത് രണ്ടും പരിഗണിക്കാതെയാണ് ലാഭം പങ്കുവച്ചത്. അതുപോലെ ഈ ക്വസ്റ്റ്യനകത്ത് ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന അനുപാതം തന്നിട്ടില്ല. തന്നിരിക്കുന്നത് വർഷാവസാനമുള്ള മൂലധനമാണ്. ദെയർ ക്യാപിറ്റൽ as on March 31, 2018 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേലാണ്. സോ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലോസിംഗ് ക്യാപിറ്റൽ 31 മാർച്ചിലെ ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. മോഹൻ 30,000, വിജയ് 25,000, അനിൽ 20,000. ഈ വർഷം ഇവർ പിൻവലിച്ച തുക തന്നിട്ടുണ്ട്. ഇവരുടെ ഡ്രോയിങ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. സോ ആഡ് ഡ്രോയിങ്സ് 5,000, 4,000, 3,000. ആഡ് ചെയ്താൽ എത്ര കിട്ടും? മോഹൻ 35,000, വിജയ് 29,000, അനിൽ 23,000. ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ്. ഇനി ഈ വർഷത്തെ ലാഭവിഹിതം ഇവരുടെ ക്യാപിറ്റലിനോടൊപ്പം ചേർക്കപ്പെട്ടു. ആകെ ലാഭം 24,000 രൂപയാണ്. ലാഭം പങ്കുവയ്ക്കുന്ന അനുപാതം തന്നിട്ടുണ്ടോ? ഇല്ല. സിൻസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് നോട്ട് ഗിവൺ, പ്രൊവിഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് ഈസ് അപ്ലൈഡ്. പാർട്ണർഷിപ്പ് ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പാർട്ട്നേഴ്സ് ഷാൽ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ലാഭനഷ്ടങ്ങൾ തുല്യമായി പങ്കുവയ്ക്കണമെന്നാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് പറഞ്ഞത്. സോ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1:1 ആണ്. 24,000 ഇൻറ്റു 1/3 3 പേർക്ക് ലഭിക്കും. അത് 8,000 റുപ്പീസ് വീതമാണ്. ലസീക മോഹൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ 27,000, വിജയ് 21,000 ആൻഡ് അനിൽ 15,000. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി നോക്കുക. ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ലെസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി ഈ ക്യാപിറ്റലിന് 10% നിരക്കിൽ ഇൻട്രസ്റ്റ് കാണുക. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മോഹൻ 27,000ന്റെ 10% 2,700, വിജയ് 21,000ന്റെ 10% 2,100, അനിൽ 15,000ന്റെ 10% 1,500 രൂപ. ഇനി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ്, ഓരോരുത്തർക്കും ലഭിക്കേണ്ടിയിരുന്ന മൂലധന പലിശ. മോഹൻ 2,700, വിജയ് 2,100, അനിൽ 1,500. ഈ എമൗണ്ട് ആണ് ഇവർക്ക് ലഭിക്കേണ്ടിയിരുന്ന തുക. അതേസമയം ഇവർ സ്ഥാപനത്തിന് നൽകേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, അത് ലെസ് ചെയ്യണം. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ഡെബിറ്റഡ് 250, 200, 150. പാർട്ട്നേഴ്സിന് ലഭിക്കേണ്ടിയിരുന്ന തുക 2,700, 2,100, 1,500 എന്നീ ക്രമത്തിലാണ്. അതിൽ നിന്നും അവർ നൽകേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. ബാലൻസ് ടു ബി ക്രെഡിറ്റഡ് 2,450, 1,900 ആൻഡ് 1,350. ലെസ് എക്സസ് പ്രോഫിറ്റ് ഓൾറെഡി ക്രെഡിറ്റഡ്, ഇവർക്ക് ലാഭവിഹിതത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് 2,450, 1,900, 1,350 ഇത് മൂന്നും കൂടെ ചേർന്നാൽ 5,700 രൂപ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്ന തുകയാണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്യും. അതിന്റെ ബാലൻസ് 5,700 രൂപയുണ്ട്. ഈ 5,700 രൂപ ഡെബിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ ലാഭവിഹിതം കുറഞ്ഞേനെ. എന്നാൽ ഈ ഐറ്റങ്ങൾ പരിഗണിക്കാത്തതിനാൽ ലാഭവിഹിതത്തിൽ 5,700 രൂപയുടെ വർധനവ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വന്ന തുക നോക്കുക. മോഹൻ ഇവർ ഈക്വൽ പാർട്ട്ണറാണ്. സോ 5,700 ഇൻറ്റു 1/3 1,900. വിജയ് 5,700 ഇൻറ്റു 1/3 1,900. അതുപോലെ അനിൽ 1,900. ലെസ് ചെയ്യുക. ഇതാണ് ബാലൻസ് ടു ബി അഡ്ജസ്റ്റഡ്. മോഹൻ 550,
വിജയ് 0, അനിൽ 550. നോക്കുക, മോഹന് 2450 രൂപയാണ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യാനുള്ളത്. ആകെ 2700 രൂപ പലിശ ലഭിക്കാനുണ്ടായിരുന്നു. അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250 രൂപ കുറച്ചാൽ 2450 രൂപ ലഭിക്കാനുണ്ട്. എന്നാൽ ലാഭവിഹിതത്തിൽ 1900 രൂപ അധികം ലഭിച്ചിട്ടുണ്ട്. ആയതിനാൽ വ്യത്യാസം 550 രൂപ മോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് നൽകണം. അനിലിന് 1350 രൂപ ഇനി ലഭിക്കാനുണ്ട്. 1500 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 150 രൂപ കുറച്ചാൽ ഇനി കിട്ടാനുള്ളത് 1350 രൂപ. എന്നാൽ ലാഭവിഹിതത്തിൽ വന്ന വർധനവ് 1900 രൂപയാണ്. അതിനാൽ അനിൽ അധികമായി വാങ്ങിയിരിക്കുന്ന 550 രൂപ അനിലിന്റെ ക്യാപിറ്റലിൽ നിന്ന് കുറവ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാം. വിജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വ്യത്യാസമൊന്നുമില്ല. ബാലൻസ് ടു ബി ക്രെഡിറ്റഡ് 1900. അതുപോലെ എക്സസ് പ്രോഫിറ്റ് ടു ബി ഡെബിറ്റഡ് 1900 തന്നെയാണ്. വിജയ്ക്ക് വ്യത്യാസമില്ല. അനിൽ, മോഹൻ എന്നിവരുടെ ക്യാപിറ്റലാണ് വ്യത്യാസമുള്ളത്. സോ അതിനുള്ള ജേണൽ എൻട്രി അനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 550 ടു മോഹൻ ക്യാപിറ്റൽ 550. അഡ്ജസ്റ്റ്മെന്റിന് ശേഷം ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് എങ്ങനെ നോക്കുക? മോഹൻ 30,000 രൂപയാണ് മോഹന്റെ ക്യാപിറ്റൽ ബാലൻസ്. അതിനോടൊപ്പം ഇപ്പോൾ 550 രൂപ കൂടി ലഭിച്ചാൽ മോഹന്റെ ക്യാപിറ്റൽ 30,550 ആവും. വിജയുടെ ക്യാപിറ്റൽ 25,000 ആണ്, വ്യത്യാസമൊന്നുമില്ല. അനിൽ 20,000 ആയിരുന്നു ഉണ്ടായിരുന്ന ക്യാപിറ്റൽ, 550 രൂപ കുറവ് ചെയ്യണം. സോ 20,000 നിന്നും 550 രൂപ കുറച്ചാൽ 19,450 ആണ് അനിലിന്റെ ക്യാപിറ്റൽ ബാലൻസ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിട്ടുപോയാൽ അത് പരിഹരിക്കാനുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് ക്യാപിറ്റൽ 27,000 ആണ് മോഹന്റെ ക്യാപിറ്റൽ, അതിന്റെ 10% 2700. ടു വിജയ് ക്യാപിറ്റൽ 21,000ന്റെ 10% 2100. ടു അനിൽ ക്യാപിറ്റൽ 15,000ന്റെ 10% 1,500. സോ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 6,300. ഇത് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. സോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എടുക്കുക. അവിടെ ടു മോഹൻ ക്യാപിറ്റൽ 2,700, വിജയ് ക്യാപിറ്റൽ 2,100, അനിൽ ക്യാപിറ്റൽ 1,500. ഇനി വിട്ടുപോയ അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കൂടുമോ കുറയുമോ? യെസ്, കുറയും. ആയതിനാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. സോ മോഹൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 250, വിജയ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 200, അനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 150. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ഇത് മൂന്നിന്റെയും കൂടെ ടോട്ടൽ 600. ഇത് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ബൈ മോഹൻ ക്യാപിറ്റൽ 250, വിജയ് ക്യാപിറ്റൽ 200, അനിൽ ക്യാപിറ്റൽ 150. സോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ്. നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ മുതലായ ഐറ്റങ്ങൾ ഡെബിറ്റ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലും ട്രീറ്റ്മെന്റ് അത് തന്നെയാണ് എന്ന് ഓർമ്മിക്കുക. ഇനി അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കാണുക. ഡെബിറ്റ് സൈഡാണ് തുക അധികമുള്ളത്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 6,300. ഡിഫറൻസ് കാണുക. യെസ്, 5,700. ഈ 5,700 രൂപയാണ് ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഡെബിറ്റ് ആണ് അധികം. ഡെബിറ്റ്, എക്സസ് ഡെബിറ്റ് മീൻസ് ലോസ് ആണ്. ഈ 5,700 രൂപ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പങ്കുവെക്കുക. സോ മോഹൻ ക്യാപിറ്റൽ 5,700 ഇൻറ്റു 1/3 1900, വിജയ് ക്യാപിറ്റൽ 5,700 ഇൻറ്റു 1/3 1900, അനിൽ ക്യാപിറ്റൽ 5,700 ഇൻറ്റു 1/3 1900. ഈക്വൽ പാർട്ട്ണറാണ്. 3 പേർക്കും 1,900 രൂപ വീതം.
ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റിന്റെ ജേണൽ എൻട്രി എഴുതുക. മോഹൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1900, വിജയ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1900, അനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1900 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് 5700. ലോസ് ഓൺ ക്യാപിറ്റൽ വരുമ്പോൾ ക്യാപിറ്റൽ ബാലൻസ് കുറയും. ക്യാപിറ്റൽ ബാലൻസ് കുറയുന്നതിനാൽ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ്മെന്റിന് ശേഷം ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് നോക്കുക. ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റൽ ബാലൻസ് ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ്. മോഹൻ തന്നിരിക്കുന്ന ക്യാപിറ്റൽ 30,000 പ്ലസ് 2,700 മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250 മൈനസ് ലോസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് 1,900. സോ ബാലൻസ് 30,550. Vijay 25,000 plus interest on capital 2,100 minus interest on drawings 200 minus loss on adjustment 1,900 balance 25,000 തന്നെ. Then Anil opening 20,000 plus interest on capital 1,500 minus interest on drawings 150 minus loss on adjustment 1,900 balance 19,450. So profit and loss adjustment account is prepared to rectify the wrong allocation of profit among partners. Profit and loss adjustment account തയ്യാറാക്കാതെ തന്നെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി സിംഗിൾ ജേണൽ എൻട്രിയിലൂടെ റോങ് അലോക്കേഷൻ ഓഫ് പ്രോഫിറ്റ് നമുക്ക് പരിഹരിക്കാം. ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സോ ഒമിഷനോ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. നമ്മൾ നേടിയിരിക്കുന്ന അറിവ് ടെസ്റ്റ് ചെയ്യുന്നതിന് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യനും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക്സ്.